CPM-ൻ്റെ നിലപാട് ഇന്നലെ തന്നെ ഒരു പ്രസ് റിലീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നടന്ന സംഭവം തികച്ചും അപലപനീയവും വേദനാജനകവുമാണ്. അവിടെ ഫ്രഷ് കട്ട് ഫാക്ടറി മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസങ്ങളായി പരിസരവാസികൾ അവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരം നടത്തി വരികയാണ്. ഇന്നോളം ആ സമരം സമാധാനപരമായിട്ടാണ് അവർ നടത്തി വന്നത്. കമ്പനി ഹൈക്കോടതി പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിരുന്നു. ആ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിട്ടും സമരക്കാരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താനോ പോലീസ് തയ്യാറായിരുന്നില്ല. വീണ്ടും അവർ കോടതി അലക്ഷ്യത്തിന് കേസ് ഫയൽ ചെയ്ത സമയത്താണ് പോലീസ് പ്രത്യക്ഷത്തിൽ അതിൽ ഇടപെട്ടത്. മെനഞ്ഞാന്നത്തെ സംഭവം ഒരു വളരെ വ്യക്തമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന അഭിപ്രായത്തിലാണ് CPM നിൽക്കുന്നത്. കാരണം ഈ സമരത്തെ നയിച്ചത് SDPI-യും ആ പ്രദേശത്തുള്ള ഒരു 3-4 ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത്. സമരത്തിന് വേറെ രാഷ്ട്രീയ മുഖമൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള 3-4 കുടുംബങ്ങളും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പാർട്ടിയും ഈ സമരത്തെ, ഈ പ്രശ്നം പരിഹരിക്കണം എന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത്. 2-3 തവണ കലക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം, അവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നത്തിന് പരിഹാരം തേടണം എന്ന് ഞങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കലക്ടർ 2-3 തവണ കൺസലേഷൻ വയ്ക്കുകയും ആ കൺസലേഷനിലെ കുറേയേറെ കാര്യങ്ങൾ മാനേജ്മെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇന്നലത്തെ സംഭവം ഒരു പ്രദേശത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിൽ, അവിടെ ചിക്കൻ വേസ്റ്റ് കൊണ്ടുവരുന്ന ഏതാണ്ട് 14ഓളം വാഹനങ്ങൾ കത്തി നശിപ്പിച്ചു. ഫാക്ടറിയുടെ സിംഹഭാഗവും കത്തി. ആഴ്ചകളോളം അവിടെ സമരം നടത്തിയ സമരക്കാർ കയ്യിൽ ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ടല്ല പോയത്. ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു നല്ല ഗൂഢാലോചനയും നല്ല ഒരു പ്രീ പ്ലാനിങ്ങും അതിൻ്റെ പിറകിലുണ്ട്. വളരെ വ്യക്തമാണ് SDPI-യുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ചൊരു സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ നടപടികൾ നമ്മുടെ നാട്ടിലില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും വേണം എന്ന അഭിപ്രായമാണ് CPIM-നുള്ളത്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം അതിൻ്റെ ഭാഗമായി ഇപ്പോൾ DIG-യുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. തീർച്ചയായും അത് കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പം കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഈ DYFI നേതാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ കേൾക്കുമ്പോഴേക്ക് പത്രക്കാർ എഴുതി പിടിച്ചതാണ്. FIR-ൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന DYFI നേതാവ് ആ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം ആ സമരമുഖത്തുണ്ടായിരുന്നു. ആ സമരമുഖത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അവിടെ പോയി ആർക്കും അന്വേഷിച്ചാൽ അറിയാം. പോലീസും അവിടുത്തെ ജനങ്ങളും ക്ലാഷ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത് നിങ്ങൾക്ക് CCTV-യും അതുപോലുള്ള കാര്യങ്ങൾ, ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. DIG അടക്കമുള്ളവർ ഫ്രഷ് കട്ടിലെ മുതലാളിമാർക്ക് വേണ്ടി വേണ്ടെന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ രൂപത്തിലാണ് മുസ്ലിം ലീഗ് ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെ SDPI അവിടെ നുഴഞ്ഞു കയറി എന്ന രൂപത്തിലൊന്നും മുസ്ലിം ലീഗ് ആരോപിക്കുന്നില്ല. അപ്പം മുതലാളികളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് പോലീസിൻ്റെ പ്രവർത്തനം, അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്കിപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടം പോലെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാം. അല്ല, ഞാൻ പറയാം, മുസ്ലിം ലീഗ് അത് പറയും. കാരണം മുസ്ലിം ലീഗ് അത് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരായ ഒരു കൂട്ടം ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ട്. എന്നാൽ ആ മണ്ഡലത്തെ മുസ്ലിം ലീഗ് നേതൃത്വം ഫ്രഷ് കട്ടിന് അനുകൂലമാണല്ലോ. അതുപോലുള്ള ഒരുപടി വിഷയങ്ങൾ അവിടെ ഉണ്ടല്ലോ. ഞാൻ അതിലേക്ക് പ്രവേശിച്ചൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഫ്രഷ് കട്ടിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പുറമുള്ളവരെ ന്യായീകരിക്കുക എന്നുള്ളതല്ല. ആ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു
തൊഴിൽശാല പൂട്ടിക്കുന്ന ഗവൺമെൻറ് അല്ല ഇവിടുത്തെ ഗവൺമെൻറ്, അതിന് പ്രചോദനം നൽകുന്നതാണ്. പക്ഷേ ആ തൊഴിൽശാല പരിസരവാസികൾക്ക് പരിസ്ഥിതിയുമെല്ലാമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ആ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് അതിൻ്റെ ആവശ്യം. ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. ആ സംഭവം ഒരു തരത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. എ ഓർ ബി, എക്സ് ഓർ വൈ, അവിടെ നമുക്ക് മാനേജ്മെൻറ്റ് എന്നല്ല പ്രശ്നം. അവിടെ വാഹനം കത്തിക്കുക, ഫാക്ടറി കത്തിക്കുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുക, പോലീസുകാർക്ക് പരിക്കേൽക്കുക, ആ സംഭവത്തെ നമുക്ക് അപലപിക്കാതിരിക്കാൻ പറ്റില്ല. ആ സംഭവം ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. കാരണം ഇവിടെ നാട്ടിൽ എല്ലാ രീതിയിലും അത്തരത്തിലുള്ള ഒരു വിഷയവുമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കുമ്പം ഇവിടെ ക്രമസമാധാനത്തിന് ഭംഗം വന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം.